ഒരമ്മ എന്നുള്ള നിലയിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു വർഷം എങ്ങനെയാണ് കടന്നുപോയി. ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് ഡോക്ടർ മോളെ എൻ്റെ കയ്യിൽ തന്ന ആ ഒരു മൊമെന്റാണ്. ഒരു വർഷം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പോയി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളല്ലാതെ വേറൊരാൾക്ക് ജീവിക്കാൻ നമ്മൾ ശരിക്കും പറയും, ഒരു കല്യാണം കഴിച്ച് ഒരു ഭാര്യ ഭർത്താവ്, നമ്മൾ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി അങ്ങനെ ഒരു ജീവിതത്തിനേക്കാളും എനിക്ക് തോന്നുന്നു മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങാന്ന് പറയുന്നത് ശരിക്കും ഒരു കുട്ടി ആവുമ്പോഴാണ്. അച്ഛൻ എന്നുള്ളൊരു ഫീല് കിട്ടുമ്പോൾ ഒരുപാട് ക്യാരക്ടർ മാറി തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ 29 ഇയേഴ്സ് വരെ ഞാൻ ജീവിച്ചൊരു സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇത് എൻറ്റയർലി ഇപ്പോൾ അച്ഛൻ എന്നുള്ളൊരു ഫീല് വരുമ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം വേറെയാണ്. അതൊരു വളരെ നല്ല ടൈമായിരുന്നു. ഞാൻ ഭയങ്കര കണക്റ്റഡായി. എനിക്ക് കുട്ടി 2 മാസം ഉണ്ടായിരുന്നു. അതിന് ശേഷം പോയതിന് ശേഷം എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ചേട്ടന്മാരുടെ ഒന്നും ബേബീസ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. നമുക്ക് ഇവിടെയാണ് 90 തൊട്ട് നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ ഈ 1 വയസ്സ് വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും കയ്യിൽ കിട്ടിയിട്ടുള്ള ഇവിടെ. ആദ്യ എന്ന് പറയണ കുട്ടി അവളെയാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയത്. അതുകൊണ്ട് അവള് ഞങ്ങളുടെ ലിറ്റിൽ പ്രിൻസസ് ആണ്. ഞാൻ ബേസിക്കലി കുട്ടീനെ വിളിക്കണ ജോങ്ക്രി എന്നാണ്. അപ്പം ഞാൻ എപ്പോഴും വരുമ്പോഴേക്കും ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. എങ്ങനെ 1 ഇയർ ആയി എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്ത് വിഷമം കാര്യങ്ങളുണ്ടായാലും ആദ്യയുടെ ഈ ചിരി കളി കാര്യങ്ങളൊക്കെ കാരണം എനിക്കറിയില്ല എനിക്ക് എങ്ങനെ ഒരു 1 ഇയർ ആയി എന്നുള്ളത്. ഇപ്പം ഈ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബർത്ത്ഡേ ടൈം ആയിപ്പോൾ എനിക്ക് ആദ്യ സ്റ്റേജിലേക്ക് കയറുമ്പോൾ വിഷമമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വിഷമമുണ്ടെങ്കിലും ആദ്യമായിട്ട് ചിരി കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മളതിൽ ഹാപ്പിനെസ്സാണ് കാണുന്നത്.